അപ്പോൾ ഗൈസ് നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ക്രിസ്മസിൻ്റെ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഈ ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞാനും ലിനിയും കൂടിയിട്ട് അടുത്തുള്ള ഒരു മോളിലേക്ക് പോയി. എനിക്ക് എൻ്റെ വർക്ക് പ്ലേസിൽ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ട് ആദരിച്ചാണ്. അപ്പോൾ എനിക്കും ഒരു ന്യൂ ഇയർ ഡ്രസ്സ് എടുക്കണമായിരുന്നു. അങ്ങനെ H&M പോയപ്പോൾ ഫസ്റ്റ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ എനിക്കും ആദരിച്ചിരിക്കും ഒരേപോലെ ഞാനൊരു ഡ്രസ്സ് എടുത്തു. അവിടുന്ന് നേരെ ഞങ്ങൾ പോയത് പീറ്റർബോറിൻ്റെ ക്രിസ്മസ് മാർക്കറ്റിലാണ് കേട്ടോ. അടിപൊളി ക്രിസ്മസ് മാർക്കറ്റായിരുന്നു. ഞങ്ങൾക്കിവിടെ ബെഡ്ഫോർഡ് ക്രിസ്മസ് മാർക്കറ്റ് ഉണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇതിനൊരു പ്രത്യേക ഭംഗിയാണ്. എനിക്കിവിടെ നിന്നൊരു സ്കോട്ടിഷ് വൈബൊക്കെ ആയിട്ട് കിട്ടിയത്. നല്ല രസമുണ്ടായിരുന്നു. ഒന്നാമത് അന്നത്തെ ക്ലൈമറ്റും അതിന് ഫേവറബിൾ ആയിരുന്നു. ഭയങ്കര ഒരു വിൻറ്റി അല്ല, ഒരു മിസ്റ്റി ഫോഗി വൈബായിരുന്നു. അതിൻ്റെ ഇടയിൽ അവരുടെ ഒരു ഡ്രാമ പോലെ ഉണ്ടായി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഫാദറിന് പകരം ഒരു ലേഡീനെ കാണുന്ന പാസ്റ്ററായിട്ട്, വിച്ച് വാസ് നൈസ്. അവിടെ നല്ല രീതിയിലുള്ളൊരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും അവരുടെ അനുസരിച്ചിട്ടുള്ള എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ എന്താ പറയുക, ഒരു പഴയ ക്രിസ്ത്യൻ നോവലിലോ അങ്ങനെയൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇറ്റ് വാസ് റിയലി നൈസ്. നമുക്ക് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു വൈബ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മൾ ശരിക്കും ഇവിടെയൊക്കെ വരണം. നമ്മൾ നാട്ടിൽ വേറൊരു ഭംഗിയാണ്, ഇവിടെ വേറൊരു ഭംഗിയാണ്. അതിൻ്റെ ഇടയിൽ കിച്ചപ്പൂവിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കിച്ചപ്പൂവിന് റൈഡിൽ ഓരോന്നായിട്ട് കയറണം എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് പേടിയായതുകൊണ്ട് ഞാൻ തങ്കുനെ വിട്ടു. അങ്ങനെ തങ്കും കിച്ചപ്പും കൂടി അടിച്ചു പൊളിച്ചിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ആവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ റൈഡ്സും ഓൾമോസ്റ്റ് ഫുള്ളാണ്. അങ്ങനെ കിച്ചപ്പും തങ്കും, ഞാൻ വെച്ചു കിച്ചപ്പ് കരയുന്നൊക്കെ, പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് എനിക്ക് കൈയൊക്കെ കാണിച്ച് ആശം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഈ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഓരോ മാർക്കറ്റിലും ഓരോ സ്റ്റോളിലും നമുക്ക് ഭയങ്കര ഭംഗിയായിട്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ കാണാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അവരുടെ സെൽഫായിട്ട് നമ്മുടെ നാട്ടിലെ പോലെ മോളിലൊക്കെ ആ തിരക്കും അങ്ങനെയൊന്നും അല്ലെങ്കിലും അവരത് എൻജോയ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് ഞാനും നോക്കുട്ടനും ലിനിയും നിൽക്കുന്നുണ്ടായിരുന്നു. തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോഴേക്കും കിച്ചപ്പോന് അടുത്തതിൽ കയറണം. അപ്പോഴേക്കും തന്നെ ഏകദേശം ഒരു 6-7 മണിയായിട്ടോ. പിന്നെ മെയിനായിട്ടുള്ള സാധനം ഫുഡാണല്ലോ. ഫുഡ് മുഖ്യം ബില്ല്. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് നാൻഡോസ് കയറി. നാൻഡോസ് ഭയങ്കര ഹൈപ്പായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ. നാൻഡോസിൽ ചിക്കൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ KFC ഒന്നുമല്ല എന്നാണ് ഇവിടെ എല്ലാവരും പറയാറ്. വിച്ച് വാസ് റിയലി ട്രൂ. ബിക്കോസ് ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ഭയങ്കര റേറ്റാണ്, പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതിൽ ഈ ഒരു വ്യൂവും നമ്മളിങ്ങനെ ഇരുന്ന് ഫുഡ് കഴിക്കലും ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവിടെ ഏകദേശം രാത്രിയായി, സൺസെറ്റ് നേരത്തെയാണ്. അപ്പോൾ ആ ഒരു വ്യൂവിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. നമ്മളെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഏകദേശം എല്ലാം ഷട്ട് ഡൗൺ ആയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ലിനി ചേച്ചിക്ക് ചുറോസ് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ ചുറോസ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഞങ്ങൾ. അപ്പോൾ സിനമൺ ചുറോസാണ്. ജസ്റ്റ് ലവ്ലി, യമ്മിയായിരുന്നു എന്ന് പറഞ്ഞാൽ എമ്മയായിരുന്നു. ഞങ്ങളൊക്കെ ഇങ്ങനെ ഒന്നാമത് നാൻഡോസും ചിക്കനൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെയാണല്ലോ, എരിവ് കുറേ കഴിച്ച് കഴിയുമ്പോൾ ഒരു മധുരം കഴിക്കാൻ തോന്നുമല്ലോ. അതുപോലെ അടിപൊളിയായിരുന്നു. അപ്പോഴേക്കും ഞങ്ങളുടെ നോക്കുട്ടൻ സ്ലീപ്പായിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. 2 ദിവസം പോയതറിഞ്ഞില്ല. വി ഹാഡ് എ ഗ്രേറ്റ് ടൈം. ഞങ്ങൾ കുറേ കാലം കഴിഞ്ഞ് കാണുകയാണെങ്കിലും പക്ഷെ നമുക്ക് അതിൻ്റെ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെയും കുറേ സംസാരവും കളിയൊക്കെ ആയി. പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും നാളെ ജോലിയുണ്ട്. അതുകൊണ്ട് ഞാനും ഫൈസലും തങ്കും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു ഗൈസ്.